അപ്പൊ എന്തൊക്കെയായിരുന്നു? ചിക്കൻ മധുഹൂത്ത്, ചിക്കൻ മന്തി, ചിക്കൻ ഹനീത്. ഇപ്പൊ ഇതൊക്കെ പോയിട്ട് 11 താരം. അപ്പൊ ആദ്യം തന്നെ ഒരു പേസ്റ്റ് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ടുള്ള ഐറ്റംസ് ഒക്കെ ഞാനിവിടെ ഒരു ബൗളിലിട്ട് കാണിക്കാം. ഒരു കുതിർത്തിയെടുത്ത 10 കാശ്മീരി മുളക്, സവാള, വെളുത്തുള്ളി, പാപ്രിക്ക പൗഡർ, അളവുകൾ കമന്റിൽ പിൻ ചെയ്യാം കേട്ടോ. പിന്നെ ഒറിഗാനോ, ഒരു പീസ് മാഗി ക്യൂബ്, തക്കാളി അരച്ചത്, 2 ടേബിൾ സ്പൂൺ ഓയിൽ, 1 ടേബിൾ സ്പൂൺ വിനാഗിരി, ആവശ്യത്തിന് ഉപ്പ്. ഇത്രയും നന്നായിട്ട് ഇങ്ങോട്ട് അരച്ചെടുക്കണം. ഇനി ഞാനിവിടെ 1 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് അരച്ചു വെച്ചിരുന്ന പേസ്റ്റിന്റെ പകുതിയോളം ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് കുറഞ്ഞത് 1 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഒരു 4 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് ചൂടായ പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യും ചേർത്ത് ചിക്കൻ നന്നായി പൊരിച്ചെടുക്കാം. ഒരു വശം ആവുമ്പോൾ ഒന്നങ്ങ് തിരിച്ചൊക്കെ ഇട്ട് റെഡി ആവുന്ന സമയത്ത് എണ്ണയിൽ നിന്നങ്ങട് കോരി മാറ്റി വെക്കാം. ഇനി അതേ എണ്ണയിലേക്ക് ചെറിയൊരു സവാള കൊത്തിയരിഞ്ഞതും ഒരു കപ്പ് ക്യാപ്സിക്കം ചെറുതായി അരിഞ്ഞതും ഇട്ട് ജസ്റ്റ് ഒരു 1 മിനിറ്റ് ഒന്നങ്ങ് മിക്സ് ആക്കിയിട്ട് നമ്മൾ അരച്ചു വെച്ചിരുന്ന പേസ്റ്റിന്റെ ബാക്കി ഉണ്ടല്ലോ അത് ചേർത്ത് ഒരു 2 മിനിറ്റ് ഒന്നങ്ങ് വഴറ്റിയിട്ട് നന്നായി കഴുകി 15 മിനിറ്റ് വെള്ളത്തിൽ കുതിർത്തിയെടുത്ത ബസ്മതി റൈസ് ആണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് 2 പീസ് മാഗി ക്യൂബ് ഇട്ട് 1 കപ്പിന് 2 കപ്പ് എന്നുള്ള രീതിയിൽ തിളച്ച വെള്ളം ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ട് നന്നായി തിളയ്ക്കുമ്പോൾ അടച്ചു വെച്ച് ലോ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുത്ത് പൊരിച്ചു വെച്ചാർന്ന ചിക്കനും മുകളിൽ നിരത്തിയാൽ അടിപൊളി ടേസ്റ്റുള്ള പെരി പെരി ചിക്കൻ റൈസ് റെഡി കേട്ടോ. അപ്പൊ എങ്ങനെയാ, സെറ്റ് അല്ലേ?